ആദ്യം നമുക്ക് നല്ലൊരു അടിപൊളി ഉഴുന്നുവട ഉണ്ടാക്കിയാലോ, തട്ടുകട സ്റ്റൈൽ. അപ്പോൾ അതിനായിട്ട് ഉഴുന്ന് ഒരു 5 മണിക്കൂറോളം ഞാൻ വെള്ളത്തിയിട്ട് നല്ലപോലെ കുതിർത്തെടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് വെള്ളത്തിൽ കഴുകി എടുത്തിട്ട് ചെറിയ ഗ്രൈൻഡറിൽ, അതായത് ചെറിയ ജാറിൽ നമുക്കിട്ടൊന്ന് അരച്ചെടുക്കാവേ. അതിലേക്ക് ഞാൻ ഐസ് ക്യൂബാണേ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നല്ലപോലെ ഒന്ന് സ്മൂത്തായിട്ട് അരഞ്ഞ് കിട്ടുവേ. അപ്പോൾ ഈ ഐസ് ക്യൂബ് ഇട്ട് നല്ലപോലെ ഒന്ന് അരച്ച് വെച്ചിട്ട് നമ്മുടെ ഒരു ബൗളെടുത്തിട്ട് അതിനകത്തേക്ക് ഇത് വെച്ചിട്ട് ഒരു 1.5 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 1/4 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഈ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ മാവ് എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പോളം അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് തന്നെ കുറച്ച് ഒരു 10 ചെറിയുള്ളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് ഇടിച്ച് വെച്ച കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഇതാണ് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ്, ഒരു ടേബിൾ സ്പൂണോളം നമ്മളുടെ സാമ്പാർ പൊടി ഉണ്ടല്ലോ, സാമ്പാറിലിടുന്ന സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാവേ. ഇനി നമുക്ക് ഇപ്പോൾ തന്നെ ഇത് യൂസ് ചെയ്യാവേ. അപ്പോൾ നമുക്ക് ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഇത് മുങ്ങിക്കിടക്കുന്ന പാകത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കണേ. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ അങ്ങനെ എന്തെങ്കിലും എടുത്ത് കൊടുക്കാവേ. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മുടെ മാവ് എങ്ങനെ ഇടുന്നതെന്നറിയാം. കയ്യിലേക്ക് കുറച്ച് എണ്ണ അല്ലെങ്കിൽ വെള്ളം തൂത്തിട്ട് നമ്മുടെ മാവെടുത്ത് ബോൾ പോലെ ആക്കണം. എന്നിട്ട് അത് കൈകൊണ്ട് നല്ലപോലെ ഒന്ന് പരത്തി കൊടുത്തിട്ട് അതിലേക്ക് ചെറിയൊരു ഓട്ട വെച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഉഴുന്നുവടയുടെ ഷേപ്പ് നല്ല പോലെ കിട്ടും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉഴുന്നുവടയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കണ്ടില്ലേ, നല്ല പോലെ നമ്മുടെ തട്ടുകടയിൽ നിന്നൊക്കെ വരുന്നത് പോലെ ഉണ്ടാക്കുന്നത് പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഉണ്ടോ? ലോ ഫ്ലെയിമിലിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്. കാരണം അല്ലെന്നുണ്ടെങ്കിൽ ഉള്ളു വേവില്ല. അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വറുത്ത് കോരി, അതായത് ഫ്രൈ ചെയ്ത് കോരി എടുക്കാവേ. നമുക്ക് നല്ല ടേസ്റ്റാണ്. മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഐറ്റമാണ്. അപ്പം ഭയങ്കര സോഫ്റ്റും സ്മൂത്തുമാണ്. ഞാനത് ചട്നിയുടെ കൂടെ ഉണ്ടാക്കിയിട്ടാണ്. കണ്ടില്ലേ, നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കേ, എന്നിട്ട് ഫീഡ്ബാക്ക് പറയണേ. അപ്പോൾ എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, മറക്കല്ലേ ചെയ്യാതിരിക്കാനായിട്ട്. അപ്പോൾ ശരി, താങ്ക് യു, ബൈ.